ചെറിയൊരു തെറ്റ് ഉണ്ടാവുമ്പോഴേക്ക് ബന്ധം അവസാനിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹബന്ധം. 100 തെറ്റുകൾ ഉണ്ടായാലും ക്ഷമിച്ച് അവ മനസ്സിലാക്കി കൊടുത്ത് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥ സ്നേഹമുള്ളവർ. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല, ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല, ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. അതാണ് ജീവിതം. എത്രയൊക്കെ ഉയർച്ചയിൽ എത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. ഒന്നോർക്കുക, ജീവിതമാകുന്ന തിരമാലയിൽ തീർച്ചയായും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഭാവി പ്രവചിക്കുന്ന നിങ്ങളുടെ കൈകളിലെ വരികൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം കൈകളില്ലാത്ത ആളുകൾക്കും ഭാവിയുണ്ട്. സ്വയം വിശ്വസിക്കുക. പരിശ്രമിച്ചാൽ എന്തും നടക്കും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് മുട്ടിൽ ഇഴഞ്ഞു നടന്ന നമ്മൾ ഇപ്പോൾ 2 കാലിൽ എണീറ്റു നടക്കുന്നത്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞു വരും. നാവ് പറയാനുള്ളതാണ്, വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയരുത്. കണ്ണ് കാണാനുള്ളതാണ്, കണ്ട കാഴ്ചകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ചെവി കേൾക്കാനുള്ളതാണ്, കേട്ടതെല്ലാം സത്യമാണെന്ന് കരുതരുത്. ജന്മം ജീവിക്കാനുള്ളതാണ്, മരണം കൂടെയുണ്ടെന്ന് ഓർത്തുകൊണ്ട്. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹബന്ധം. ജീവിതത്തിലെ ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയുവാൻ ഈ ലോകത്ത് മറ്റാർക്കുമാവില്ല. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കുവാൻ ഒരു സെക്കൻഡ് മതി, അത് ചിന്തിക്കാൻ ഒരു മിനിറ്റ് മതി, അത് മനസ്സിലാക്കാൻ ഒരു ദിവസം മതിയാകും. എന്നാൽ അത് തെളിയിക്കുവാൻ ഒരു ജീവിതം മതിയാകുന്നില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. വിജയം എന്നത് നിങ്ങളെ തേടി വരുന്ന സുഹൃത്തല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ്. അഴക് വേണ്ടത് മനസ്സിനാണ്. ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ്. ആത്മവിശ്വാസമാണ് ആഗ്രഹ സാഫല്യത്തിൻ്റെ അടിസ്ഥാനം. കടന്നുവന്ന വഴികളും വന്നുചേരുന്ന ബന്ധങ്ങളും തന്നുപോയ സങ്കടങ്ങളും കഴിഞ്ഞുപോയ സമയവും പാഠങ്ങളാണ്. അധികമാരും പഠിക്കാതെ പോകുന്ന പാഠം എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും. നഷ്ടങ്ങളെല്ലാം ഓർമ്മകളാക്കി, അനുഭവം നല്ല പാഠങ്ങളാക്കി ജീവിതം മനോഹരമാക്കുക. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഒരു ജീവിതവുമില്ല. നീ ആഗ്രഹിച്ചതും നീ പ്രതീക്ഷിച്ചതും നീ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നീ നിരാശപ്പെടരുത്. നീ കണ്ടിട്ടില്ലാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ മറ്റൊരു വാതിൽ ദൈവം നിനക്കായി തുറക്കും. എല്ലാവരും കൈവിട്ടുവെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയില്ലേ? പ്രതീക്ഷിച്ചവരെല്ലാം കൈയൊഴിഞ്ഞല്ലോ എന്നോർത്ത് മനസ്സ് പൊട്ടുന്ന നിമിഷം, ആ നിമിഷത്തിലൊന്ന് പിടിച്ചു നിന്നാൽ പിന്നെ പടച്ചവൻ്റെ ഒരു കൂട്ടിപ്പിടിക്കലുണ്ട്. അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴല്ല, മറിച്ച് നിന്റെ അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നീ ശരിക്കും അറിവുള്ളവനായി തീരുന്നത്. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്ന് അറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. മനസ്സ് അവിടെയുള്ളത് നിയന്ത്രിക്കുവാനോ യുദ്ധം ചെയ്യുവാനോ അല്ല, അത് അവിടെയുള്ളത് മനസ്സിലാക്കുവാനാണ്. തനിച്ചിരിക്കുന്നത് നല്ലതാണ്, ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടണം. ആരും കൂടെ ഇല്ല എന്നൊരു തോന്നലാണ് പലരെയും ജീവിക്കാൻ പഠിപ്പിച്ചത്. മറ്റൊരാളെ സങ്കടപ്പെടുത്തി നിങ്ങൾ എന്താണോ നേടിയത് അത് നിങ്ങളിൽ അധികകാലം നിലനിൽക്കില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ദുർബലമായ മനസ്സ് ഭൂതക്കണ്ണാടി പോലെയാണ്. ചെറിയ കാര്യങ്ങൾ അതിൽ വലുതായി കാണിക്കും, വലിയ കാര്യങ്ങൾ അതിൽ പതിയുകയുമില്ല. കടലോളമുള്ള സങ്കടങ്ങൾ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും സന്തോഷം നിറഞ്ഞ തീരം തേടിയുള്ള യാത്രയാണ് ഓരോ ജീവിതവും. ചില അവഗണനകൾ നല്ലതാണ്, നാം ആർക്കും സ്വന്തമല്ലെന്നും ആരും നമുക്ക് സ്വന്തമല്ലെന്നും ഓർമ്മപ്പെടുത്താൻ.
ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഒരു വാചകം ചുമരിൽ എഴുതണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം. ബീർബൽ എഴുതി. ഈ സമയവും കടന്നു പോകും. നേടണം എന്നു വെച്ച് തുടങ്ങിയോ? എങ്കിൽ നിർത്തരുത്. നിർത്താനായിരുന്നുവെങ്കിൽ എന്തിനു തുടങ്ങി എന്ന് മാത്രം ഓർത്താൽ മതി. ലക്ഷ്യം എത്ര അകലെയായാലും മാർഗം എത്ര കഠിനമായാലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മുടെ ഇന്നിനെ നാം നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാളെയും നല്ലതായി തീരും. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. രണ്ടു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് തന്നെയാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും ഈ മനസ്സ് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളിൽ ചിലതെങ്കിലും അടുത്ത ജന്മത്തിൽ നമ്മെ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാകും നമ്മളിൽ പലരും. ബന്ധങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ സമയമില്ലാത്തത്. ഒറ്റയ്ക്ക് സന്തോഷവാനായി ഇരിക്കുവാൻ പഠിക്കുക. കാരണം ഒരു വ്യക്തിയോ വസ്തുവോ എന്നേക്കുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാക്കാനും കഴിയും. നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് സാരം. ആരെയും തിരുത്താതെ ഇരിക്കുക. നമ്മളെ അറിയാതെ പോയവരെ എന്തിനു തിരുത്തണം? മരണവും പ്രണയവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ശരീരത്തെ ദ്രവിപ്പിക്കും, മറ്റേത് ആത്മാവിനെയും. മരണം പോലെ ശക്തമാണ് പ്രണയവും. ഒന്ന് ഹൃദയം കവർന്നെടുക്കുന്നു, മറ്റേത് ഹൃദയമിടിപ്പിനെയും. നിന്നോടെനിക്ക് പ്രണയമല്ല, എല്ലാവരിലും കണ്ടുവരുന്ന സൗഹൃദവുമല്ല, ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പേരറിയാത്ത മറ്റെന്തോ ഒന്ന്. നിനക്ക് പകരമാവാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് പ്രണയം. എപ്പോഴും ചിരിപ്പിക്കുന്നവർ കരഞ്ഞാൽ കൂടെ കരയാതെ വേറെ നിവൃത്തിയില്ല. പറഞ്ഞാൽ അത് പരിഭവമാവും, കരഞ്ഞാൽ അത് തോൽവിയാകും, ചിരിച്ചാൽ അത് പരിഹാസമാവും. മൗനം അതല്ലേ പരിഹാരം? സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ എപ്പോഴും മറ്റൊന്ന് തുറക്കുന്നു. അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിൽ നമ്മൾ കാണാത്തത്. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. സ്നേഹം കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കണം. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്കും അവരുടേതായ ചില ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതാകുന്നത്. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേയുള്ളൂ: അഭിനയം. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെയൊന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനാകും. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയാൻ സഹായിക്കാനാണ്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും.